കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകല് ദൈവമക്കളോടും ദൈവദാസനോടും ഒന്നിച്ച് എനിക്കും നമുക്ക് കുടുംബമായി കടന്നു വന്ന് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിപ്പാനും ദൈവമായ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ലഭിച്ചിരിക്കുന്ന ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചില വാക്യങ്ങളെ വായിച്ച് 62-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിച്ചാട്ടെ. ബലം ദൈവത്തിനുള്ളതെന്നും, പ്രൈസ് ദി ലോർഡ്, ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്ത് ഞാൻ 2 പ്രാവശ്യം അത് കേട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ഒരിക്കലാണ് അരുളി ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കേട്ടത് 2 പ്രാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കാരണം ഒന്ന് കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ എക്കോ, ആമേൻ, നമ്മുടെ ചെവിയിലേക്ക് മുഴങ്ങിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ 8-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുക. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവേൻ. പ്രൈസ് ദി ലോർഡ്. ബലം ദൈവത്തിനുള്ളതാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ബലം ദൈവത്തിനുള്ളതാണ്. ആമേൻ. കർത്താവ് തരുന്ന ബലമാണ് ഈ ഭൂമിയിൽ നമ്മൾ നടക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വലിയൊരു ആമേൻ ഹല്ലേലൂയ നിലയിൽ മുന്നോട്ട് ഞാൻ പോകുന്നില്ല, വേഗത്തിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ മേശ നമ്മുടെ മുൻപിലുണ്ട്. ആമേൻ. ശുശ്രൂഷ നടക്കണം, അതിൽ ഞാനും ഭാഗവാക്കാകുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ബലം ദൈവത്തിനുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. നാം നിൽക്കുന്നത്, നാം നടക്കുന്നത്, ആമേനല്ല, നാം ചലിക്കുന്നത് നമ്മുടെ ആരുടെയും സ്വന്തം ബലമല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ബലമല്ല, പിന്നീടോ സ്തോത്രം നമ്മുടെ ദൈവമാണ് നമ്മുടെ ബലം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഒരു ഞരമ്പിൻ്റെ സ്ഥാനം മാറിയാൽ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ സ്ഥിതി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എന്നെയും നിന്നെയും ഈ ഭൂമിയിൽ, ആമേൻ, ഹല്ലേലൂയ, നിലനിർത്തുന്നത് ദൈവമാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ജനമേ, എല്ലാ കാലത്തും പ്രൈസ് ദി ലോർഡ് അവനിൽ ആശ്രയിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഏതൊരു കാലത്തും, കഷ്ടതയിലും, ആമേൻ, നിന്റെ സുഖകാലത്തും, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ഏതൊരു സാഹചര്യത്തിലും, ആമേൻ, തകർച്ചയിലും ഉയർച്ചയിലും, ഏതൊരു സാഹചര്യത്തിലും, ആമേൻ, ഭക്തൻ പറയാണ്, ജനമേ, എല്ലാ കാലത്തും. കാരണം നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ഞാനും നീനും നിൽക്കുന്നത് ദൈവത്തിൻ്റെ ആശ്രയമാണ്, ദൈവാശ്രയമാണ്. നമ്മുടെ തലമുറകളായിരിക്കുന്ന സ്ഥാനത്ത്, ആമേൻ, അവരെ സൂക്ഷിക്കുന്നത് ദൈവമാണ്. നമ്മുടെ കുടുംബത്തെ നിലനിർത്തിയിരിക്കുന്നത്, ആമേൻ, ദൈവത്തിൻ്റെ ബലമാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എൻ ജനമേ, അവനിൽ എക്കാലവും ദൈവത്തിൽ ആശ്രയിപ്പീൻ. നന്ദിയോടെ സ്തോത്രം, ഹല്ലേലൂയ. എന്നെയും എൻ്റെ കുടുംബത്തെയും, ആമേൻ, ഞാൻ വീട് വിട്ട് കർത്താവിൻ്റെ വേലയെന്ന് പറഞ്ഞ്, ആമേൻ, ഇറങ്ങിത്തിരിച്ചത് സ്തോത്രം ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല, മറ്റാരെയും കണ്ടുകൊണ്ടല്ല. എൻ്റെ ആശ്രയം എൻ്റെ ദൈവമായിരുന്നു, എൻ്റെ അഭയസ്ഥാനം എൻ്റെ ദൈവമായിരുന്നു. ആമേൻ. ഞാനിവിടെ വന്ന ആ സാഹചര്യം നിങ്ങൾക്കറിയാം. പക്ഷേ ആമേൻ, ഞാനൊരു, ആമേൻ, ഹല്ലേലൂയ, എന്നെ സഹായിച്ച ഒത്തിരി പേരുണ്ട് ഈ സഭയിൽ തന്നെ, എന്നെ എല്ലാ നിലയും സഹായിച്ചവരുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ സഹായം ചെയ്യുമ്പോഴും എൻ്റെ ആശ്രയം എൻ്റെ ദൈവമായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് വരെയും ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കാതെ, എങ്ങും തല കുനിപ്പാൻ ഇടയാക്കാതെ കണ്ട് എൻ്റെ അപ്പത്തിന് എന്നെ ഇന്ന് വരെയും വഴി നടത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. എൻ ജനമേ, അമീ, സ്തോത്രം. ആ ഭാഗം ഒന്നുകൂടി വായിച്ചാട്ടെ. 8. എൻ ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരണം. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരണം. സ്തോത്രം. അങ്ങനെ ആയിരുന്നു നിന്നയും പരിഹാസവും, ആമേൻ, ഒക്കെ അനുഭവിച്ചതായ ഹന്ന ദൈവസന്നിധിയിൽ അവിടെ ഹൃദയം പകർന്നു.
സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അവിടുത്തെ സ്തോത്രം, ഹല്ലേലൂയ, നിന്ദകൾ, പരിഹാസങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, വെല്ലുവിളികൾ ജീവിതത്തിൽ നേരിട്ടപ്പോഴും, ആമേൻ, ഹല്ലേലൂയ, മറ്റാരും സഹായമില്ല, മറ്റൊരു ആശ്രയമില്ല, മറ്റൊരു ആശ്വാസ വാക്കുകളില്ല. പക്ഷേ ആമേൻ, സ്തോത്രം, അന്ന് ആമേൻ, ഹല്ലേലൂയ, യെരൂശലേമിലേക്ക് ആരാധിപ്പാൻ കടന്നുപോയ ഹന്ന, ആമേൻ, അവിടുത്തേതായ പെരുന്നാളോ അവിടുത്തേതായ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ കണ്ട്, ആമേൻ, ആലയത്തിന്റെ നടുവിലെ യഹോവയുടെ സന്നിധിയിൽ അവിടെ ഹൃദയം പകർന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുവാൻ ആരംഭിച്ചു. എന്റെ നിന്നയൊന്ന് മാറ്റണമേ, എന്റെ വേദനയൊന്ന് മാറ്റണമേ, എന്റെ വിഷയത്തിനൊരു പരിഹാരം തരണമേ, എന്റെ തലയൊന്ന് ഉയർത്തണമേ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. അങ്ങനെ ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായത്തിൽ വളരെ കണ്ണുനീരും വേദനയും പരിഹാസവുമാകുമ്പോൾ 2-ാം അധ്യായത്തിൽ പറയുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്റെ കൊമ്പ് ഉയർത്തുവാൻ, ആമേൻ, ഹല്ലേലൂയ, എന്നെ നിലനിർത്തുവാൻ, ആമേൻ, എന്റെ ശക്തനായ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ കൊമ്പ് യഹോവയാൽ ബഹുമാനത്തോടെ ഉയർന്നിരിക്കുന്നു. എന്റെ ശത്രുക്കളുടെ നേരെ വിശാലമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമേ, ആമേൻ, നിന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ, ആമേൻ, എന്നും തലകുനിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ, നിന്റെ ആമേൻ വായ ശത്രുക്കളുടെ മുമ്പിൽ വിശാലമായിരിക്കും. ചോദിക്കുന്നതിന് മറുപടി കൊടുക്കാൻ ആമേനിൽ ദൈവം ശക്തനാണ്. നന്ദിയോടെ സ്തോത്രം. എൻ ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ.